ഇന്നത്തെ നമ്മുടെ കറണ്ട് എക്കണോമിക്സ് ടോപ്പിക് എന്ന് പറയുന്നത് CSR ആണ്. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് മീൻ ചെയ്യുന്നത്. ഈ CSR എന്തുകൊണ്ടാണ് 2024 വാർത്താ പ്രാധാന്യം അർഹിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിൻ്റെ എക്സ്പാൻഷന്. 2013 ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്യുകയുണ്ടായി. ഈ കമ്പനീസ് ആക്ടിൽ ഒരു കോർപ്പറേറ്റ് ബിസിനസ് സംരംഭകൻ 500 കോടി രൂപയുടെ മൂലധന നിക്ഷേപവും അല്ലെങ്കിൽ 1000 കോടി രൂപയുടെ ടേൺ ഓവർ, അതല്ലെങ്കിൽ 5 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവരൊരു കോർപ്പറേറ്റ് ബിസിനസ് എന്റർപ്രൈസ് ആണെന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള സംരംഭകർ അവരുടെ ആനുവലായിട്ടുള്ള പ്രോഫിറ്റിന്റെ 2% സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടി, സോഷ്യൽ വെൽഫെയറിന് വേണ്ടി മാറ്റി വെക്കണം എന്നാണ് ഈ കമ്പനീസ് ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് വാർത്താ പ്രാധാന്യം അർഹിച്ചത് 1953 ഹാർവേർഡ് ബോമൻ എന്ന് പറയപ്പെടുന്ന ഒരു അമേരിക്കൻ ഇക്കോണമിസ്റ്റ് കോർപ്പറേറ്റുകളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുകയും ആ പേപ്പറിനകത്ത് എന്താണ് കോർപ്പറേറ്റുകൾ, പിന്നെ അവരുടെ പ്രാധാന്യം എന്താണ്, അവരെങ്ങനെയാണ് സമൂഹവുമായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അവരെ സമൂഹത്തിൽ എങ്ങനെയാണ് അവരുടെ റോള് എന്നതിനെ പറ്റി. എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ബിസിനസ് സംരംഭകർ എന്ന് പറയപ്പെടുന്നത് ബിസിനസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ എക്കോണമിയിൽ താളപ്പിഴ ഉണ്ടാവാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. കാരണം അത് എൻവയോൺമെന്റലായിട്ടുള്ള റിസോഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിരിക്കും, ഓവറായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ഒരു സംരംഭകം വളർന്നു വരുന്നത് സമൂഹത്തിന് പല രീതിയിലുള്ള ഡീമെറിറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് ബിസിനസ് സംരംഭകൻ അവൻ സമൂഹത്തിനോട് വളരെ കമ്മിറ്റഡ് ആണ്. അവൻ്റെ ഒരു കോർപ്പറേറ്റ് ബിസിനസ് എന്റർപ്രണറിന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു വിഹിതം സമൂഹത്തിന് അതിന്റെ വെൽഫെയറിന് അവൻ മാറ്റി വെക്കണം എന്നതിനെ പറ്റിയാണ് ഈ ഒരു പേപ്പറിനകത്ത് ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്റർനാഷണൽ തലത്തിൽ വളരെ കൂടുതൽ ചർച്ച ചെയ്യുകയും അതിനുശേഷമാണ് കോർപ്പറേറ്റ് ബിസിനസ് സംരംഭകൻ തീർച്ചയായിട്ടും അവരുടെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം സാമൂഹികമായിട്ടുള്ള വെൽഫെയറിന്, സമൂഹത്തിന്റെ വെൽഫെയറിന് വേണ്ടി മാറ്റിവെക്കണം എന്നത് ഒരു അത്യാവശ്യമാണ് എന്നത് ഗവൺമെന്റ് തലത്തിൽ ഡിസ്കസ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് 2013 നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ഈ കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്യുകയും 2014 ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയപ്പെടുന്നത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്, കമ്പൽസറിലി ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യവും ഇന്ത്യയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ട് എന്ന് പറയുന്നത് 2024 എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിച്ചതെന്ന് ചോദിച്ചാൽ, പ്രൈം മിനിസ്റ്ററിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട് 2024 ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പറയാവുന്നതാണ്. അപ്പം ആ ഇതില് കോർപ്പറേറ്റ് ബിസിനസ് എന്റർപ്രണറിന്റെ ഈ കോൺട്രിബ്യൂഷൻ, അതായത് ഈ അവര് സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ എമൗണ്ടിന്റെ അതിന്റെ ഒരു 60% എന്ന് പറയപ്പെടുന്നത് ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് ന്യൂ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നതിനകത്ത് മാറ്റിവെക്കണം എന്നാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 2024 ഈ കോർപ്പറേറ്റ് ബിസിനസ് എന്റർപ്രണർ എന്ന് പറയപ്പെടുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് ഫോക്കസ് കൊടുക്കണം, മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം എന്നതിനെ പറ്റി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് പറയുന്നത്. അപ്പം നമ്മൾ മേക്കിംഗ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നതിലൊക്കെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരുപാട്
ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയപ്പെടുന്നത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയുടെ ഭാവി എന്ന് പറയപ്പെടുന്ന യുവത്വത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അപ്പോൾ യുവാക്കളുടെ സംരംഭകത്വത്തെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ കുട്ടികളിലൂടെ അവരുടെ ഈ നൂതനമായിട്ടുള്ള അവരുടെ ഐഡിയാസ് എന്താണെന്നും അത് മുന്നോട്ട് കൊണ്ടുവരാനും സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൂടുതൽ സഹായങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? എന്താണ് CSRൻ്റെ അത് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പനീസ് ആക്ട് എന്നാണ് കമ്പനീസ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത്? അത് ഇന്ത്യയിൽ നിലവിൽ വന്നതാണ്. ഏത് രാജ്യമാണ് ഈ എന്താണ് ഈ CSR ഇംപ്ലിമെൻ്റ് ചെയ്തത്? ഫാദർ ഓഫ് CSR എന്ന് പറയുന്നത് ആരെയാണ്? ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം 2024 CSRന് എന്തുകൊണ്ടാണ് പ്രാധാന്യം അർപ്പിച്ചിരിക്കുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ആയിരിക്കും CSR എന്ന് പറയപ്പെടുന്ന ഒരു ടോപ്പിക്കിനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ ഉറപ്പായിട്ടും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണും, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഓക്കെ, താങ്ക് യു.